ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇന്ന് സ്കൂളൊക്കെ മുടക്കാണ്, എല്ലായിടത്തും ഇന്ന് സ്കൂളൊക്കെ മുടക്കാണല്ലോ അല്ലേ. അപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഉമ്മ ഇന്ന് രാവിലെ പോവുകയാണ്. അപ്പോൾ ഉമ്മക്ക് 2 വെള്ളയപ്പം കറിയൊക്കെ ആക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സബോള, 2 പച്ചമുളകൊക്കെ എടുത്ത് അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും കൂടി ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 വിസിൽ വരുന്നവരെ ഞാനിതവിടെ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മസാല ഉടച്ചെടുക്കുമ്പോഴാണ് കേട്ടോ അത് ടേസ്റ്റുള്ള. അതിന് വേണ്ടിയിട്ട് 2 വിസിലടിക്കണം, അല്ലെങ്കിൽ ഒറ്റ വിസിലടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ അതേ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ആ കുക്കറൊന്ന് നമുക്ക് വിസിൽ പോയതിൻ്റെ ശേഷം ഇപ്പുറത്തേക്ക് ഇറക്കി വയ്ക്കാം. വിസിലൊക്കെ പോയതിൻ്റെ ശേഷം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാൽ ചായ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് കൊണ്ടുപോകാൻ, ഞങ്ങൾക്ക് കട്ടൻ ചായ ആക്കി ഉമ്മാക്ക് കൊണ്ടുപോകാനായിട്ട് പാൽ ചായ ആക്കി. അപ്പോൾ അത് ഞാൻ ഉമ്മയുടെ ഫ്ലാസ്കിൽ ഒഴിച്ചു കൊടുക്കാൻ, കുറച്ച് ദൂരം പോകുന്നതല്ലേ, പിന്നെ ബസ്സിലൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. പിന്നെ ഇപ്പോൾ അതേ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നിങ്ങളൊക്കെ ലൈക്കൊക്കെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊന്ന് സപ്പോർട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ പേര് നല്ല പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് എന്ന് അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതേ ഉരുളക്കിഴങ്ങൊക്കെ വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് പശുമ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് പശുമ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നൊന്ന് മൂത്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. അത് തിളച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ നേരം നമുക്കത് ഇറക്കി വയ്ക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയതിന് ശേഷം ഞാനിപ്പോൾ ഇതേ ഉമ്മാക്ക് വെള്ളയപ്പം ഒരു 5 എണ്ണം ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ വെള്ളയപ്പൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയും കൂടി ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഉമ്മ പോവാറായിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വെള്ളയപ്പം കറിയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മക്കൾ എണീക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഉമ്മാക്കുള്ളത് മാത്രം ഇപ്പോൾ റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പതുക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കറി ആയതിൻ്റെ ശേഷം ഇനി ബാക്കി വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മല്ലിയില ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി. പിന്നെ ഉമ്മക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല വേണം, മൈലാഞ്ചി ഇല വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു കൊടുത്ത് ഉമ്മ അങ്ങനെ പോയിട്ടോ. അതിന് ശേഷം ഇപ്പോൾ അതേ ഞാനിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കേണ്ട, ഞങ്ങൾക്ക് മുട്ട പൊരിച്ച് തന്നാൽ മതി, ഞങ്ങളിവിടെ കളിക്കാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ക്യാരം ബോർഡ്, പാമ്പും കോണിയും ലൂഡോ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിരുന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും വിചാരിച്ചു അടുക്കളയ്ക്ക് ഒരു റെസ്റ്റ് കിട്ടുന്ന ദിവസമല്ലേ. അപ്പോൾ അങ്ങനെ മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് അവരെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു. ഉച്ചയായപ്പോൾ ഞങ്ങൾ മുട്ടയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അങ്ങനെ മുട്ട ചമ്മന്തി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഇപ്പോൾ ചായക്ക് എന്താ കടി ഉണ്ടാക്കുന്ന വെച്ചപ്പോൾ 2 നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ടതിൻ്റെ ശേഷം ഒന്ന് ഉടച്ചെടുത്തു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നാളികേരം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആട്ടപ്പൊടിയാണ് കേട്ടോ, ഗോതമ്പ് പൊടി. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആട്ടപ്പൊടി ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് കൂട്ടിയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചപ്പാത്തിക്കും അല്ല പൂരിക്കും അല്ല, അതിനേക്കാളും കുറച്ചൊരു ലൂസ് ആയിട്ട് വേണം കേട്ടോ അതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ പൊടി കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതാക്കി ഇതേ കാണുമ്പോൾ കണ്ടോ ഇതിലേക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കണ്ടോ, ആ രീതിയിൽ വേണം കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. ഫസ്റ്റ് മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ. എണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ചൂടായതിന് ശേഷം നമ്മൾ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ചെറിയൊരു ബോളായിട്ട് ഇങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കല്ലിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കൈ ഒന്ന് ഇതേപോലെ വെള്ളത്തിലൊന്ന് തൊട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് പരത്തി കൊടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് തീ ഫുള്ളിലിടരുത്, കുറച്ച് വെക്കുക. എന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളിൽ വേവുമില്ല, എന്നാൽ പുറം കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ വെള്ളം വെച്ചിട്ട് നമ്മൾ കയ്യിൽ വെള്ളമാക്കി ഇങ്ങനെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലുമ്മ നിങ്ങട് പൊന്തി വരില്ല, എന്നാൽ നമ്മുടെ കയ്യിൽ ചൂടും തട്ടില്ല, ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ആയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഞാൻ ചായക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ മഴയത്തൊക്കെ ഇങ്ങനെ 4 മണി സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോഴേക്കും ഇതേപോലെ ചായയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഒരെണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചും മറിച്ചിട്ടും നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കടിക്കുമ്പോൾ ഒക്കെ നേന്ത്രപ്പഴം, നാളികേരത്തിൻ്റെയൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും, നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായില്ലേ. നമ്മൾ അരച്ചിട്ടല്ലല്ലോ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നത്, കഷ്ണങ്ങളാക്കിയിട്ടാണല്ലോ, നുറുക്കിയിട്ട് വെറുതെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം ഞങ്ങളിപ്പോൾ ദേ ചായ കുടിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാനും സുഡാപ്പയും പാത്തും ഒക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.